ഇപ്പൊ ആദ്യമായിട്ട് കർണാടക വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന ഒരു നിർദ്ദേശം നൽകിയതായിട്ട് അറിയുന്നുണ്ട്. ഇതിനു മുൻപ് എപ്പോഴെങ്കിലും സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ പറയുന്ന തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതോ ഇപ്പോ ഈ ദേശീയ മാധ്യമങ്ങളിലായാലും 1-2 സ്ഥലത്ത് വാർത്ത വരുന്നുണ്ട്, നമ്മൾ നിരന്തരമായി വാർത്ത കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലാതെ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല മാഡം, ഒരേ ഒരു രീതി ഇടപെട്ടിട്ടില്ല ഇവര്. ഇവ സൗജന്യ പ്രകടനം തന്നെ എന്താ പറഞ്ഞെങ്കിൽ അത് കന്നഡത്തിലെ മുഖ്യ തീർന്ന അധ്യായം എന്ന് പറയും. അത് പറഞ്ഞാൽ അത് ഇനി ഓപ്പൺ ചെയ്യാൻ പറ്റിയല്ലെന്ന ഗൃഹസച്ചിവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം, ആരാ കൊന്നത്, എന്തായത് എല്ലാം അറിയാം, സാക്ഷികളും ഉണ്ട്. എന്നാൽ അത് റീ ഓപ്പൺ ആയില്ല. അതിന് വേണ്ടിയിട്ട് എത്രയോ വർഷം ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ഗവൺമെന്റ് ഒരു രീതിയിൽ മുമ്പിലോട്ട് വരുന്നില്ല. ഇന്നിപ്പം വനിതാ കമ്മീഷൻ ഒന്നെന്ന് പറഞ്ഞില്ലേ, അത് ഞങ്ങൾക്ക് ഇപ്പൊ ഡൗട്ടാ. എന്താന്ന് പറഞ്ഞെങ്കിൽ SIT ഞങ്ങളിപ്പം മംഗലാപുരത്തെ SP തന്നെ ഇത് എൻക്വയറി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ദക്ഷിണ കന്നഡ ജില്ലയിലെ MP അരുൺകുമാർ അവരുടെ നേതൃത്വത്തിൽ തന്നെ ഇതാവണം, എന്നാലും ഞങ്ങൾക്ക് ഒരു ധൈര്യമുള്ളൂ. ആ പുള്ളി വന്നതുകൊണ്ട് അദ്ദേഹം വന്നതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഈ ഒരു കംപ്ലൈന്റ് കൊടുത്ത് മുമ്പിലോട്ട് പോകാൻ ഒരു ധൈര്യം കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാം ആവിയല്ല. ഞങ്ങൾ ഇവിടെ നല്ല ഡൽഹി വരെ പോയി, ആവുന്നില്ല. പിന്നെ എന്താ പറയുക, അതുകൊണ്ട് ചെയ്ത് ഇപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇത് വേറെ ആരെങ്കിലും അതിനകത്ത് നിയമിച്ചിട്ട് ഈ വക്കീലിന്റെ കൂടെ ഉള്ളവരെ പുള്ളിനെ അവരുടെ അടുത്ത് മേടിച്ചിട്ട് അങ്ങോട്ട് മേടിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ ചിലപ്പോൾ നോക്കും. ഇത് ആവുന്നത്ര വേഗത്തിൽ ക്ലോസ് ചെയ്യുന്ന പരിപാടി ചെയ്യും, പേടിപ്പിച്ച് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഇന്നിപ്പം നമ്മളെ വക്കീലെല്ലാം പറഞ്ഞേക്കുന്നത്. പ്രണാബ് മോഹന്തി എന്ന് പറഞ്ഞ IPS ഇപ്പോഴത്തെ DGP ആയ പുള്ളിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ ഒരു SIT തള്ളറച്ചലാവും. എന്നാൽ മാത്രം നമുക്ക് സമാധാനമുള്ളൂ. ഇല്ലെങ്കിൽ ഒരു രീതിയിൽ സമാധാനമില്ല, സത്യം പുറത്ത് വരികയില്ല. ഇപ്പം പിന്നെ എന്താ പറഞ്ഞെങ്കിൽ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഈ ഒരു ശുദ്ധി ഇത്ര വല്ല ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കേരളത്തിൽ ഒരു MP തന്നെ ഇപ്പൊ നാളെ ഇവിടുത്തെ വേലയിലായിട്ട് മഹേശ്വരനെ ഗിരീഷനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നോളുണ്ട്. പുള്ളി തന്നെ പറഞ്ഞു ഞാൻ കേന്ദ്രത്ത് ഇത് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതുവരെയും കർണാടകയിലെ ഒരു MP-മാര് ഒരു MLA-മാര് ഇതിനു വേണ്ടിയിട്ട് ഈ ഓരോട്ടക്കാരുടെ വേണ്ടിയിട്ട് ഇത്ര വലിയ അന്യായമായിക്കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഒരു കാര്യം പറയാൻ ആരും മുമ്പിൽ വന്നിട്ടില്ല. ഒരു MLA വന്നില്ല, ആലോചിച്ചേക്ക്. ഒരു MLA സമയത്ത് ഇന്ന് വന്നിട്ടില്ല. അതിൽ അത്ര ഒരു പ്രഭാവി വ്യക്തി എന്നാണ് വെച്ചാൽ. ഇല്ലെങ്കിൽ MP-മാരുണ്ട്, ഇത്രയൊക്കെ ശുദ്ധി ആയിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിക്കൊണ്ട്. എന്നാ ശരി, ലോക്സഭയിൽ ചർച്ച ചെയ്യണം. പുള്ളി രാജ്യസഭാ മെമ്പറാണല്ലോ, രാജ്യസഭാ മെമ്പർ അവിടെ ചർച്ച ചെയ്യാമല്ലോ, പുള്ളിന്റെ ചോദിക്കാമല്ലോ. എന്തും കൂടെ ചെയ്യുന്നില്ല. ഇതാ ഞങ്ങളെ ക്വസ്റ്റ്യൻ, വേറെ ഒന്നല്ല. ഒരു മനുഷ്യൻ മിണ്ടാൻ വരുന്നില്ല. എല്ലാരും ഒന്നേ കാശും കൊണ്ട് രാജ്യക്കായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാം കാശ് കൊണ്ട് കെട്ടിയിട്ടാന്ന് പറഞ്ഞാൽ പിന്നെ കാനൂനും അവരുടെ അതിനകത്ത് നമുക്കൊരു ന്യായം കിട്ടുന്നില്ല, എവിടെയും കിട്ടുന്നില്ല. ആ ഒരു സമയത്ത് മഞ്ജുള സ്വാമി അങ്ങ് ആയിരിക്കും ഒരു ആളെ മുമ്പിൽ കൊണ്ട് കൊടുത്തേക്കുന്നത്, വക്കീലന്മാരായി കൊണ്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ശുദ്ധിയായി നേഷണൽ ശുദ്ധി ആയിക്കൊണ്ടിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് ചില കമന്റ്സ് ഒക്കെ വരുമ്പോഴേ ഒരു സന്തോഷം തോന്നുന്നു. അത് സധൈര്യം മുന്നോട്ട് പോകും. ഈ കേസിന് ഒരു തുമ്പുണ്ടാക്കി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് കൊണ്ടുവരണം. I'm from Karnataka, but rest in peace to Karnataka media. Huge salute to those who are covering this case. എന്നൊക്കെ പറഞ്ഞ ആളുകൾ കമന്റ് കാണുമ്പോൾ ഇത് എല്ലാവരും ഈ സത്യങ്ങൾ പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് ആരും മുൻകൈ എടുക്കാൻ ധൈര്യമില്ല. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം, സ്വന്തം ജീവനായിരിക്കാം. ഇതിനെതിരെ രംഗത്ത് വന്നവരെയും പലപ്പോഴും നിശബ്ദരാക്കിയിട്ടുണ്ട് അല്ലെ? അതായത് ഈ പ്രതിഷേധവുമായിട്ട് അങ്ങനെ ആരൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇപ്പൊ എനിക്കിതില് ഈ അഭിഷേകിന്റെ റിപ്പോർട്ട് ആ കേസ് ഡയറി വായിച്ച സമയത്ത് ഈ അനന്യ ഭട്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ CBI ഉദ്യോഗസ്ഥയായിരുന്ന അമ്മയുടെ മകളാണ് അനന്യ ഭട്ട്. ആ കുട്ടി ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു, മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു. സുഹൃത്തുക്കളോടൊപ്പം ധർമ്മസ്ഥലയിലേക്ക് വന്നതാണ്. അവിടെ അവളുടെ കൂട്ടുകാരുണ്ടായിരുന്നു. ആ അമ്പലത്തിന് മുന്നിൽ നിർത്തി അവർ വീട്ടിൽ പോയി ഡ്രസ്സ് മാറി വരാമെന്ന് പറയുന്നു. ആ ഒരു അരമണിക്കൂറിനകം ആ പെൺകുട്ടി ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷയായി. അവൾ എവിടെ പോയെന്ന് ഇന്നും ആർക്കും അറിയില്ല. അവളുടെ മൃതദേഹം കിട്ടിയിട്ടില്ല. അതേക്കുറിച്ച് അന്വേഷിക്കാൻ അന്ന് ഡൽഹിയിൽ CBI വർക്ക് ചെയ്യായിരുന്ന അവളുടെ അമ്മ വരുന്നു. ആ അമ്മ ആദ്യത്തെ 2 ദിവസം വരാൻ കഴിഞ്ഞില്ല. പിന്നീട് അമ്മ എത്തി. ഈ ധർമ്മസ്ഥലയിലെ അധികാരി, അദ്ദേഹം അങ്ങനെയാണ് അറിയപ്പെടുന്നത്, ആ അധികാരിയുടെ വീട്ടിലേക്ക് ഈ വിവരം പറയാൻ വേണ്ടി, വേറെ മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. പോലീസിൽ ചെന്നപ്പോ ഇതൊക്കെ സാധാരണയാണെന്ന് പറയുന്നു. അവിടെ പോയി അധികാരിയോട് വിവരം പറയാൻ ചെന്നപ്പോ പിന്നീട് അറിയുന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ബോധരഹിതയായി കോമ സ്റ്റേജിൽ 3 മാസം കിടന്ന ഒരമ്മയാണ്. ആ അമ്മ അന്നത്തോടുകൂടി ആ അമ്മ ആ വിഷയം സംസാരിക്കുന്നത് അവസാനിപ്പിച്ചു. അവരെ ബൈജു നേരിട്ട് കണ്ടിരുന്നു. അതായത് ആരൊക്കെ സംസാരിക്കാൻ വരുന്നോ, അത് ഈ മരിച്ചവരുടെ ബന്ധുക്കളാവട്ടെ, വേണ്ടപ്പെട്ടവരാവട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ സമൂഹത്തിൽ നിന്ന് വരുന്നവരാവട്ടെ, എല്ലാവരെയും അടിച്ചമർത്തി ഇല്ലാതാക്കുന്ന ഒരു സംവിധാനം, കൊലപാതകത്തെക്കാൾ വലിയ ക്രൂരത ആ തരത്തിലും നടത്തിയിട്ടുണ്ട്.
അല്ലേ? അതെ അതെ, അതായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. ആർക്കും മിണ്ടാൻ പറ്റിയല്ല, ആർക്കും അവരുടെ നേരെ നിന്ന് കാര്യം പറയാൻ പറ്റിയല്ല. അവൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഒന്നീ ആക്സിഡന്റ് കേസ്, ഇല്ലെങ്കിൽ ഇപ്പൊ സൗജന്യ കേസിനകത്ത് ഒന്ന് സ്ലോ പോയിസൺ മെഡിസിൻ കുത്തിവെച്ചിട്ട് കൊന്നത്, പിന്നൊന്ന് ആക്സിഡന്റിൽ കൊന്ന്, പിന്നൊന്ന് റൂമിനകത്ത് തൂക്കിയിട്ട് കൊന്നു. എന്നിട്ട് പോലീസുമാർ വരുന്നതിന് മുമ്പ് അഴിച്ചു വെച്ചിട്ട് അന്ന് താഴെ വെച്ചനെ കൊന്നിട്ട് തൂക്കൊന്നതെന്ന് പറഞ്ഞ് താഴെ വെച്ച് കൊടുത്തു. ഈ രീതിയിൽ ഇവരുടെ കൊല നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു മനുഷ്യന് അവരുടെ ഓപ്പോസിറ്റ് കാര്യം പറയാൻ പറ്റിയല്ല. കാര്യം പറഞ്ഞ ഇല്ല, അവൻ തീർന്ന്. പിന്നെ അവിടെ എന്ന് പറഞ്ഞ ഇപ്പം ജോയ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജോയ് വെളുത്തങ്ങാടി, 2018 അവര് ഭൂമിന്റെ വിഷയത്തിൽ സമയം അവർക്ക് എഴുതി കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളീനെ ആക്സിഡന്റ് രീതി അടിച്ചു കൊന്നത്. അവിടെ വന്ന് പോലീസുമാർ പറഞ്ഞു, ഇൻസ്പെക്ടറും പറഞ്ഞെന്ന് അവന്റെ അടുത്ത്, നമ്മളെ കൂട്ടുകാരൻ തന്നെയാ ജോയ് എന്ന് പറഞ്ഞ മലയാളീസ് തന്നെ. അവന്റെ അടുത്ത് പറഞ്ഞു, വേണ്ട ഇതിന്റെ പുറകെ പോകണ്ട, നിങ്ങൾ പോയെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലാവുന്നത് വിട്ടുവിടാൻ പറഞ്ഞെന്ന്. ഇപ്പൊ ഈ കേസ് വന്നപ്പോ ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ ഇതുകൊണ്ട് അവന് സ്റ്റേറ്റ്മെന്റ് തന്നോണ്ട് ആ കേസ് ഓപ്പൺ ആവണമെന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്നത്. ഈ ഒരു കേസും ഇവിടെ ആയതെല്ലാം ഓപ്പൺ ആയേ പറ്റുള്ളൂ. ഇതിന്റെ സെന്റർ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഇവിടെ കർണാടകത്തില് ടോട്ടൽ നമ്മളെ തോന്നുന്നൊരു കാര്യം, ഈ ലോഡ്ജുകളിലും ടൂറിസ്റ്റ് ഹോമിലും ഒക്കെ നമ്മുടെ ID കാർഡൊക്കെ വാങ്ങി വെച്ചിട്ടാണ് നമ്മളെ ആരായാലും, നമ്മളിപ്പോ രണ്ടുപേര് ചെന്നാൽ രണ്ടുപേരുടെ ID കാർഡ് വാങ്ങിയിട്ടാണ് നമ്മളെയൊക്കെ ലോഡ്ജിലൊക്കെ പ്രവേശിപ്പിക്കുന്നത്. അത് എത്രയോ കാലമായിട്ട് അങ്ങനെയാണ്. പക്ഷെ ഈ ലോഡ്ജിൽ കാണപ്പെട്ട മൃതദേഹങ്ങളിൽ പലതും അൺഐഡന്റിഫൈഡ് ആണ്. പെൺകുട്ടികൾ അവിടെ വെറുതെ അങ്ങ് വന്ന് മരിച്ചു കിടക്കുന്ന, ആരെന്നറിയാത്ത പെൺകുട്ടികൾ. അപ്പൊ എങ്ങനെയാണ് അവർ അതിനുള്ളിൽ വന്നത്? അവരെ അങ്ങനെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച ഒരു മാഫിയ, ഒരു അധോലോകം, ഓട്ടോ ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ച് മറ്റൊരു അധോലോകം. ഈ ഇത്രയും ചെറിയ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്ര അധോലോക സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് അത്ഭുതം തോന്നി ഇതേക്കുറിച്ചൊക്കെ വായിച്ചു. മനാഫെ, ഞാൻ മനാഫിനോടായിരുന്നു ചോദിച്ചത്. മനാഫിന് അവിടെ പോയപ്പോ മനാഫ് പുറത്തുനിന്ന് ചെന്ന ഒരാളെന്ന നിലയ്ക്ക് ഇത്തരം സംഘങ്ങളുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള അവരെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതായത് അവർക്ക് മുന്നിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? മനാഫിന്റെ ഓഡിയോ കേൾക്കുന്നില്ല. മനാഫെ മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, സോറി. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാനും ബൈജുവേട്ടനും, ന്യൂസ് 18ന്റെ ബൈജുവേട്ടനും കൂടിയും അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു പുഴ ചിത്രീകരിക്കണമെന്ന് ബൈജുവേട്ടനൊരു വാശി. ആ പുഴ ചിത്രീകരിക്കാൻ വേണ്ടി പോയ സമയത്ത് ബൈജുവേട്ടനെയും മറ്റൊരു ചാനൽ പ്രവർത്തകനെയും എല്ലാരെയും കൂടി മറ്റുള്ളവര് ഭീഷണിപ്പെടുത്തുകയും വളയുകയും ഒക്കെ ചെയ്ത് അവിടുന്ന് നമ്മള് അതിസാഹസികമായിട്ടാണ് രക്ഷപ്പെട്ടത്. അപ്പം അത് ബൈജുവേട്ടന് തന്നെ സ്വന്തമായിട്ട് അനുഭവം ഉള്ളതാണ്. അത് ചെറിയ നിസ്സാരമായ ഒരു സ്ഥലമല്ല. അവിടെ ആയിരക്കണക്കിന് ഇങ്ങനത്തെ എന്താ പറയാ ഗുണ്ട വിളയാട്ടം ഉണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു നേതാവ് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ലല്ലോ. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഈ സൗജന്യ കൊല ചെയ്യപ്പെട്ടിട്ട് ഈ സൗജന്യ കൊലപാതകത്തിന്റെ സാക്ഷികൾ ഇന്ന് ആരും ജീവിച്ചിരിക്കുന്നില്ല. ഈ സൗജന്യ കൊലപാതകത്തിലെ സാക്ഷികളൊക്കെ പല ദുരൂഹ സാഹചര്യത്തിലും അവിടെ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഒരു എന്താ പറയാ പ്രമാദമായ ഒരു കേസാണ് ഈ ധർമ്മസ്ഥല കേസ്. ഇതില് നമ്മളെ മലയാളികളായിട്ടുള്ള പത്മലതന്റെ സഹോദരനും കൂടിയാണ് ജയന്തണ്ണൻ. അപ്പൊ പത്മലത പോലെ തന്നെ മലയാളികളായിട്ടുള്ള പലരും ഇപ്പം ഇതിലുണ്ട്, ഈ ഓൾറെഡി ഈ കൊല്ലപ്പെട്ടതിലുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് മാരകമായ അടിപ്പെട്ടിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. ഇപ്പം തന്നെ പല ആളുകളും കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വിളിക്കുന്നുണ്ട്. ഈ വിഷയം പുറലോകം അറിയാൻ തുടങ്ങിയപ്പോഴാണ് അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ. ഇപ്പം പല സ്ഥലത്തും ഇന്ന് രാവിലെ പോലും കേരളത്തിൽ നിന്ന് വിളിച്ചതാണ് ഈ അവർക്കുണ്ടായ ദുരനുഭവങ്ങളൊക്കെ. ഏത് തരം അനുഭവമാണെന്ന് അറിയാനായിരുന്നു. അവരെ നമുക്ക് അടുത്ത ദിവസം തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. മാരകമായ പരിക്കേറ്റിട്ട് അവിടുന്ന് മരണം സംഭവിക്കാതെ രക്ഷപ്പെട്ട ധർമ്മസ്ഥലയില് ഈ ആളുകൾ അങ്ങനെ ഒരു ഫാമിലി ഇപ്പൊ വിളിച്ചിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴാണ് ഇത് എന്താണ് നമ്മളെ കേരളത്തിലേക്ക് പല സ്ഥലത്തേക്ക് എത്തുന്നത്. ആകെ ഇപ്പൊ ഇത് കാര്യമായിട്ട് ഈ വിഷയം ഏറ്റെടുത്തത് ന്യൂസ് 18 മാത്രമേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്താൻ കുറച്ചും കൂടി സമയമാവും. അതുപോലെ തന്നെ ഈ ഒരു ഭയാനകത അനുഭവിച്ചറിഞ്ഞ ആളുകള് ഒന്ന് വരാൻ കുറച്ച് മടിക്കും. ഇപ്പൊ തന്നെ നമ്മളെ അനന്യ ഭട്ടിന്റെ അമ്മ
ചാനലിന്റെ മുന്നിലേക്ക് വരാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 3-4 മാസം ആ സ്ത്രീ കോമയിലായിരുന്നു, ആ അമ്മ കോമയിലായിരുന്നു. അപ്പൊ ആ അമ്മ അത് അനുഭവിച്ചു കഴിഞ്ഞതാണ്. ആ വേദന എങ്ങനെയാണ്, മരണം സംഭവിച്ചു എന്ന് വിചാരിച്ച് അനന്യ ഭട്ടിന്റെ അമ്മനെ ഉപേക്ഷിച്ചതാണ്. അവരിപ്പൊ ജീവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ ഉപദ്രവിച്ച ആളുകൾ ഇപ്പം അത്ഭുതത്തോട് കൂടിയിട്ടായിരിക്കും അറിയുണ്ടാവുക. അയ്യോ, ഈ അമ്മനെ നമ്മൾ കൊന്നതാണല്ലോ, പിന്നെ എങ്ങനെ ജീവിച്ചെന്ന് വരെ അത്ഭുതപ്പെടുണ്ടാവും. ആ അമ്മ ജീവിച്ചത് ഇപ്പൊ അടുത്തായിരിക്കും അവരെ ബന്ധുക്കൾക്ക് പോലും അറിയുന്നത്. അപ്പൊ ഇത്ര ഭയാനകമായ ഒരു ട്രോമയെ കൂടി പോയ ആളുകൾക്ക് മുന്നോട്ട് വരാൻ ഒരു പേടി ഉണ്ടാവും. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കാലത്ത് ഈ ഒരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ആളുകളൊന്നും ഇന്ന് ഭൂമിയിലില്ല. അത്രമാത്രം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു നരനായായിട്ടാണ് അവിടെ നടന്നു പോയത്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അന്യരാജ്യത്തൊന്നല്ല, നമ്മളിപ്പോ ഈ പണ്ട് കാലത്ത് നാസി കൂട്ടക്കൊലൊക്കെ കേട്ടിട്ടുള്ളൂ. നമ്മൾ ജർമ്മനിന്റെ ഹിറ്റ്ലറിന്റെ ഒരു ചെറിയൊരു സ്ഥലം, ഒരു ചെറിയ